ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളിൽ എൻ്റെ സാഷ്ടാംഗ പ്രണാമം. ശ്രീ മങ്ങാട് ബാലേന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഭാഗം 11. മറ്റുള്ളവർക്ക് വേണ്ടിയല്ലേ നമ്മളും വളരേണ്ടത്. ഭാഗം 11. മറ്റുള്ളവർക്ക് വേണ്ടിയല്ലേ നമ്മളും വളരേണ്ടത് ഇവിടെ ആരംഭിക്കുന്നു. സാധാരണ കുട്ടികളുടെ ബാലചാബല്യങ്ങളൊന്നുമില്ലാത്ത ഒരു കുട്ടിയായിരുന്നു വയൽവാരത്തെ നാണു. ഒന്നിലും നാണുവിന് നിർബന്ധമുണ്ടായിരുന്നില്ല. എല്ലാവരോടും വളരെ പെട്ടെന്ന് ഇണങ്ങിച്ചേരുന്ന സ്വഭാവക്കാരനായിരുന്നു. മറ്റുള്ളവരെക്കാളും നാണു പ്രകൃതിയോടാണ് ഏറ്റവും കൂടുതൽ സംസാരിച്ചിരുന്നത്. അമ്മയോടെന്നതുപോലെയായിരുന്നു നാണുവിന് പ്രകൃതിയോടുള്ള സ്നേഹവും ഇഷ്ടവും. ഒരു പീഡ എറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പയുടെ മൂർത്തിയായി അവതരിച്ച നാണു ഒരു പ്രാണിയെപ്പോലും നോവിച്ചിരുന്നില്ല. എല്ലാവർക്കും നാണുവും നാണുവിന് എല്ലാവരും സ്വന്തമായിരുന്നു. മറ്റു കുട്ടികൾക്കൊന്നുമില്ലാത്ത ഈ സ്വഭാവ സവിശേഷതകൾ മാതാപിതാക്കളിലും അമ്മാവന്മാരിലും വലിയ ആശ്ചര്യത്തെ ഉളവാക്കിയിരുന്നു. വലിയവർക്ക് പോലും ഉണ്ടാകാത്ത സംശയങ്ങളായിരുന്നു കൊച്ചുനാണുവിനുണ്ടായിരുന്നത്. വലിയ അമ്മാവനേക്കാൾ ഇളയ അമ്മാവനായ കൃഷ്ണൻ വൈദ്യരോടായിരുന്നു നാണുവിന് കൂടുതൽ അടുപ്പം. അമ്മാവന് എപ്പോഴും അവൻ്റെ സംശയങ്ങൾ തീർക്കാനേ നേരമുണ്ടായിരുന്നുള്ളൂ. അതിനിടയിൽ നാണുവിൻ്റെ പല സംശയങ്ങൾക്കും പെട്ടെന്ന് ഉത്തരം കണ്ടെത്തുവാൻ കൃഷ്ണൻ വൈദ്യർക്ക് പോലും പ്രയാസമായിരുന്നു. വയൽവാരത്തെ മുറ്റത്ത് ഒരു വലിയ നാട്ടുമാവുണ്ടായിരുന്നു. അതിൽ നിറയെ മാങ്ങകളും. അധികം വലിപ്പമില്ലാത്തതായിരുന്നു ആ മാങ്ങകൾ. ഒരു ദിവസം അതിൻ്റെ ഗുണഗണങ്ങളെപ്പറ്റി കൃഷ്ണൻ വൈദ്യർ നാണുവിന് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ മാവിൽ നിന്നും പഴുത്തു നിന്നിരുന്ന ഒരു മാമ്പഴം ഞെട്ടറ്റ് അവരുടെ അടുത്ത് വന്നു വീണു. വൈദ്യർ അതെടുത്ത് കഴുകി തുടച്ച് നന്നായി അമർത്തി അമർത്തി കുഴമ്പ് പോലെ മൃദുവാക്കി. എന്നിട്ട് അതിൻ്റെ തുമ്പത്തുള്ള തൊലി പൊട്ടിച്ച് നാണുവിന് കൊടുത്തു. സന്തോഷത്തോടെ നാണു ആ മാമ്പഴത്തിലെ സത്ത് ഊറി ഊറി കുടിച്ചു. ഓ, നല്ല സ്വാദ്! ഇത്രയും നല്ല മാമ്പഴം തന്നതിന് ഈ മുത്തശ്ശിമാവിന് നമ്മൾ എന്താ പകരം കൊടുക്കുക? നാണു അമ്മാവനോട് ചോദിച്ചു. നമ്മളിൽ നിന്നും ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല നാണു ആ മാവ് നമുക്ക് ഈ മാമ്പഴം തന്നത്. അത് അതിൻ്റെ ധർമ്മവും പ്രകൃതിയുടെ നിശ്ചയവുമാണ്. അത് വളരുന്നതും പൂക്കുന്നതും കായ്ക്കുന്നതും അതിനു വേണ്ടിയല്ല, നമുക്ക് വേണ്ടിയാണ്. അങ്ങനെ അതിൻ്റെ ഫലം നമുക്ക് നൽകുമ്പോഴാണ് ആ മാവിന് മോക്ഷമുണ്ടാകുന്നത്. കൃഷ്ണൻ വൈദ്യർ വിശദീകരിച്ചത് കേട്ടപ്പോൾ നാണുവിന് പിന്നെയും ഒരു സംശയമുണ്ടായി. അമ്മാവ, അങ്ങനെയാണെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടിയല്ലേ നമ്മളും വളരേണ്ടത്? കൃഷ്ണൻ വൈദ്യർക്ക് ഉത്തരം മുട്ടി. എങ്കിലും അത് പ്രകടമാക്കാതെ വൈദ്യർ അതെ എന്ന് തലയാട്ടിക്കൊണ്ട് നാണുവിനെ തോളിലേറ്റി വാത്സല്യപൂർവ്വം തുരുതുര ഉമ്മ കൊടുത്തു. എന്നിട്ട് മനസ്സിൽ ഇങ്ങനെ പറഞ്ഞു: എൻ്റെ നാണു ഈ ലോകർക്കായി ജനിച്ചവനാണ്. നമിച്ചിടുന്നേൻ ശ്രീ ഗുരുദേവാ തവ തിരുപാദങ്ങൾ, സ്തുതിച്ചിടുന്നേൻ ഞങ്ങൾ നിത്യം നാരായണമൂർത്തേ. നമിച്ചിടുന്നേൻ ശ്രീ ഗുരുദേവാ തവ തിരുപാദങ്ങൾ, സ്തുതിച്ചിടുന്നേൻ ഞങ്ങൾ നിത്യം നാരായണമൂർത്തേ. ശ്രീ മങ്ങാട് ബാലേന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഭാഗം 11. മറ്റുള്ളവർക്ക് വേണ്ടിയല്ലേ നമ്മളും വളരേണ്ടത് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇതിൽ വന്നിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ സദയം ക്ഷമിക്കണമെന്ന് ഗുരുദേവ നാമത്തിൽ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം വിജയിക്കട്ടെ.